ഞങ്ങളെ കൂടെ അഭിനയിക്കാൻ വരുന്ന നവീൻ നിങ്ങൾക്കറിയാമായിരിക്കും. പുള്ളിക്കാരന് ഓൺലൈൻ തേങ്ങ വെട്ടുണ്ട്. ഓൺലൈൻ തേങ്ങ വെട്ടെന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ അവരൊരു ഡേറ്റ് തരും, ആ ഡേറ്റിന് ചെന്ന് തേങ്ങ വെട്ടി കൊടുക്കും. പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതാണ് അവരുടെയൊക്കെ തീരുമാനം. ഇപ്പോഴത്തെ തേങ്ങ വെട്ടെല്ലാം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ തേങ്ങ വെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് തേങ്ങ പെറുക്കാനായി പുള്ളിക്കാരൻ്റെ ബാല്യകാല സുഹൃത്തിനെ കൊണ്ടുവരികയാണ്. വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ബാക്കി കാര്യങ്ങൾ കാണാം. ഈ തേങ്ങ ഉള്ളഞ്ഞാ ഈ ഒരു തേങ്ങ എടുത്ത് നോക്ക് നീ. അല്ല മറ്റേടാ എവിടെ നോട്ട്. നീ ഇപ്പൊ വന്നാൽപ്പോ ഓവറാണ് കേട്ടാ. നീ അല്പം കൂടെ മാത്രമല്ലേ ഉള്ളൂ. ഓ വളരെ കുറയ്ക്കണം. ഇത് ഏകദേശം ഒരു 10-30 മൂട് തെങ്ങ് കയറി വെട്ടി തേങ്ങയാണ്. തേങ്ങ ഇപ്രാവശ്യം ചില്ലിയിടല്ലേ, ചില്ലിയുടെ അപ്പൊ തേങ്ങ കുറവല്ലേ. പക്ഷെ ഇപ്പൊ തേങ്ങയ്ക്ക് നല്ല വിലയല്ലേ. ഇനി തേങ്ങ വിറ്റാൽ മാത്രമേ ഈ വെട്ടാനുള്ള പൈസ കൊടുക്കാൻ പറ്റൂ. 5 പൈസ തരൂല. ഓ കൈ ഇറത്താ ഉപ്പ് വയ്ക്കൂല. 5 പൈസ. അപ്പം ഞാൻ ഇന്നലെ എന്നെ വിളിച്ചില്ലേ, ഞാൻ എന്നെ വിളിച്ചില്ലേ. അപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് മലപ്പുറത്ത് പോകണമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെയാണ് ഞാൻ എത്തിയത്. ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പം അവിടെ നമുക്ക് തേങ്ങ ഇട്ടുണ്ട്. പിന്നെ അവിടെ കമ്പനിയുണ്ട്. അപ്പം ഞാൻ കയറില്ല, സ്റ്റാഫ് ഉണ്ടല്ലോ. ഓ അപ്പം ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് രാത്രി ഞാൻ രാമേശ്വരത്ത് പോകും. ഓ രാമേശ്വരത്ത് വിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയുള്ള ട്രെയിനിൽ ഞാൻ പോകും. നീ വാ നമ്മുടെ നമുക്ക് തേങ്ങ പറിക്കണം. നമുക്ക് ആള് വേണം. വിളിച്ചാൽ വരുമോ? എന്തൊന്ന് ചോദ്യം അയ്യയ്യ ആരുടെ അടുത്ത് പറയാം. നീ ഇതെന്റെ അടുത്ത് പറയണ്ടേ. അപ്പൊ ഇന്ന് രാത്രിയുള്ള ട്രെയിനിൽ പോകും. രാമേശ്വരം ഇന്ന് കന്യാകുമാരി ടു രാമേശ്വരം ട്രെയിൻ ഉണ്ട്. അതിൽ പോകും. പറഞ്ഞാ നീ. അയ്യോ നമ്മളെല്ലാം റിസർവ് ചെയ്തല്ല. എത്ര പോരാ അടിപൊളി എന്നറിയാമോ അവിടെ. ചുമ്മാ ഇടയ്ക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് നീ അങ്ങോട്ടൊക്കെ പോയി ഒരു കറക്കൊക്കെ ഇറങ്ങിട്ട് വരണ്ടേ. നീ പോണം പറഞ്ഞോണ്ടിരിക്കണല്ല, അത് ഒരു കാര്യം നടക്കില്ല. ഓ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നീ ഏത് ലെവലായിരുന്നു അറിയാമോ. ലെവലെന്ന് പറഞ്ഞാൽ നീ എൻ്റെ അപ്പോൾ നിന്റെ കളി എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്നെ മറന്നില്ല. നീ നിന്റെ മോൻ എൻ്റെ പേരിട്ട് കൊടുത്തല്ലോ, നവീനുള്ള പേരിട്ട് കൊടുത്തല്ലോ. അത് ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പറയും കേട്ടാ. അവ എന്നാലും എന്നെ ഇതായിട്ട് പറഞ്ഞിട്ടില്ല. മറ്റു കൂട്ടുകാരന്മാരെ പിന്നെ നിന്നെ ഞാൻ മറക്കില്ല. അങ്ങനെ ബന്ധമുണ്ട്. നീ ജീവിതത്തിൽ ബന്ധം എന്തെങ്കിലും തോന്നുന്നു തന്നെ മനസ്സിലായില്ലേ. അല്ലെ ഞാൻ ഇത്ര പേരോടെ പഠിച്ച് അവരന്ന് എന്റെ ഇതിലില്ല പറഞ്ഞില്ല. അഞ്ജു നീ ഒക്കെയാണ് പറഞ്ഞത്. എനിക്കത് അന്ന് അന്തരൊക്കെ കാണാറി ചേർത്തില്ല, ഓർമ്മകളില്ല. എപ്പോഴും കാര്യങ്ങളെല്ലാം തലയിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നു തന്നെയല്ലേ. അപ്പൊ നീ ഒരിക്കലും മറക്കൂല. നവീൻ കൂട്ടുകാരെ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടിയിൽ കൊണ്ട് കയറണം. അപ്പൊ നീ ഒരു കടിച്ച് ഈ തേങ്ങ ഇനി ഇട്ട് ഇപ്പൊ വേർപ്പിന്റെ അസുഖം ഉണ്ടല്ലേ. അങ്ങനെയൊന്നും ഇല്ലടാ, ഞാൻ എല്ലാ പണിക്കും തോന്നുന്നു. കുറച്ച് നീ ഒരു കാര്യം ഇത്രയും അവിടെ കൊണ്ടുപോയി ശരി കേട്ടോ. പയ്യെ പോയേ, നോക്കിപ്പോ തട്ടാതെ നോക്കിപ്പോ. ഓ ശരി. അവിടെ ചാക്കിൽ അവിടെ വെച്ചിരുന്നാൽ മതി. ഇവിടെ 2 ചാക്കുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, ചാക്കിൽ നിറച്ച് ഞാൻ പറഞ്ഞേ. നിറച്ചിവിടെ വെച്ചേ ഞാൻ പറഞ്ഞു. ഞാൻ വണ്ടി നോക്കിട്ട് പറഞ്ഞേ. ശരി.
എന്തിനിവിടെ അമ്മേന്റെ കാലിൽ നവീൻ വിളിച്ചിട്ട് തേങ്ങ. ആര് നവീൻ ഇത് നിങ്ങളിത് എന്ത് കാണിക്കുന്നത്? ഏത് നവീന്? വരും. അല്ല ഇത് ഈ തേങ്ങ ഇങ്ങനെ പെറുക്കി എടുക്കാൻ ആര് പറഞ്ഞു? ബാക്കി കിടന്ന് തേങ്ങ എന്തിയെ? എന്താ പറഞ്ഞു അവിടെ ഇരിക്കുന്നു? ആര് പറഞ്ഞു അവിടെ കൊണ്ടുവെക്കാൻ? നവീൻ പറഞ്ഞു. ഏ തേങ്ങ ഇടാൻ പോണ നവീനോ? അവൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ വന്ന് തേങ്ങ പെറുക്കാൻ? നവീൻ പറഞ്ഞു കേട്ടോണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. അവന്റെ വാക്ക് കേട്ടോണ്ടോ? അവനെ ഞാൻ എന്റെ ചെത്തി മിട്ടത്തി ഞാൻ കേട്ടത്തില്ല. അതറിയാം നിങ്ങൾക്ക്? അല്ലെ നിങ്ങൾ ഇതിനെ പെറുക്കിയെടുക്കുന്നത് നിങ്ങളുടെ ആര് പറഞ്ഞു? ആരെങ്കിലും ഇതിനെ പറയുന്നത് കേട്ടോണ്ട് നിങ്ങളൊരു വീട്ടിൽ വന്ന് തേങ്ങ മറ്റുള്ള സാധനങ്ങൾ പെറുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവന്റെ കെയർ ഓഫിലാണോ നിങ്ങൾ തേങ്ങ പെറുക്കാൻ വന്നത്? ആദ്യമായിട്ടാണ് വരണത് പറഞ്ഞ് ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് തേങ്ങ പെറുക്കുമ്പോ ആ വീട്ടിലുള്ളവരൊന്ന് ചോദിക്കണ്ടേ നിങ്ങള്? അവൻ പറഞ്ഞു വീട്ടിൽ ആളില്ലെന്ന് പറഞ്ഞു. ആളില്ലെന്നോ? അവൻ വെട്ടിയത് ഇതാണെന്ന് പറഞ്ഞു. അവൻ തേങ്ങ ഇടാൻ പോയി. അവൻ എന്റെ ചെത്തി വിട്ടത് ഞാൻ കേട്ടത്തില്ല. പറഞ്ഞ മനസ്സിലായോ? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇത് എന്തൊരു പരിപാടിയായി കാണിച്ചത്? ബാക്കി തേങ്ങ എന്തി മറിക്കാൻ നോക്കട്ടെ. ഞാൻ തേങ്ങ എവിടാ? അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടില്. എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? അതാ മുൻവശത്ത് വെച്ചിട്ടുണ്ട് ചേച്ചി. ചാക്കിനകത്തോ? ഞാൻ റോഡിൽ കൊണ്ട് വെച്ചേക്കുന്നത്. റോഡിൽ വെച്ചേക്കണേ. നിങ്ങൾ ആള് കൊള്ളാമല്ലോ. അല്ല നിങ്ങൾ എന്തൊരു പരിപാടി ഒരു വീട്ടിൽ വാക്ക് വന്നിട്ട് നിങ്ങൾ എന്തൊരു പരിപാടി? അതും നോക്കിയിട്ട് ഈ പുറകുവശത്ത് കിടക്കുന്ന ആര് പറഞ്ഞു തേങ്ങ? നവീൻ പറഞ്ഞിട്ടാണ്. അപ്പൊ നവീന്റെ പരിപാടിയാണ് ഇതൊക്കെ. ഇവിടെ വെട്ടാൻ വന്നവൻ എന്നിട്ട് ഏതാവനാ? തേങ്ങ വെട്ടാൻ വന്ന അവന്റെ കെയർ ഓഫ് വല്ലതും ആണോ? എന്തുവാ അവനേ? എടോ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. നിങ്ങൾ എന്തൊരു പരിപാടി ഒരു വീട്ടിൽ വന്ന് ഇത്തരം മര്യാദ കാണിക്കേണ്ട കാര്യമുണ്ടോ? എന്തുവാ എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ചാക്കിനകത്ത് മൊത്തം പെറുക്കി അടുക്കി വെച്ചേക്കുന്നല്ല നിങ്ങള്? നവീൻ പറഞ്ഞിട്ടാണ് അവൻ തേങ്ങ വെട്ടാൻ. എല്ലാം ഈ നവീൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ ഈ നവീൻ ആരാ? അവൻ ഭൂലോക കള്ളനാ അവനാ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ഈ തേങ്ങ എടുക്കാൻ നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത്? അവന്റെ കൂടെ നിങ്ങൾ തേങ്ങ എടുക്കാനൊന്നും പോണില്ല? ആദ്യമായിട്ടാണ് പറഞ്ഞത്. ജോലി ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് വന്നത്. എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. എന്തൊരു കഷ്ടം തന്നെ. ചേട്ടാ ഇങ്ങോട്ടോന്നേ. എന്തോ പറയാനാന്ന് പറയാ. ബാക്കി തേങ്ങ അവിടെ ചാക്കിനകത്ത് അങ്ങനെ അവിടെ കൊണ്ടുവച്ചേക്കെന്ന് പറയുന്നു. ഇതിപ്പോ എത്ര എണ്ണം പെറുക്കി അടിക്കുക? നിങ്ങൾ എണ്ണയാണോ കയറിയിരിക്കുന്നത്? എണ്ണയാണോ? എനിക്കറിയാമോ നവീൻ പറഞ്ഞിട്ട് വന്നേന്ന് പറഞ്ഞിട്ട് എന്തിനു വന്ന ഇവിടെ? തേങ്ങ വറക്കാൻ ആള് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നതാണ്? ഇവിടെ തേങ്ങ വറക്കാൻ ആള് വേണ്ടല്ലോ. ഇത് നമ്മൾ വെട്ടിയിട്ട തേങ്ങ. പിന്നെ നമ്മളത് വേറെ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന തേങ്ങയല്ലേ? എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. ചേട്ടന്റെ നമ്പർ ഉണ്ടോ നവീന്റെ? എന്റെ നമ്പർ. നീ ആരെ കൂടെ വന്നത്? നവീന്റെ കൂടെ വന്നത്. നവീന്റെ ആരാണ് നീ? നവീന്റെ സുഹൃത്താണ്. സുഹൃത്താണ്. നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ധനുചിരത്തുള്ളതാണ്. തന്നെ? ധനുചിരത്തുള്ള ഇവിടെ വന്ന് തേങ്ങ പറക്കേണ്ട കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജോലിക്ക് ചെയ്താലേ രാവിലെ വരണമെന്ന് ഞാൻ അങ്ങനെ വന്നതാണ്. അവൻ എന്നെ ഇവിടെ ആക്കിയതാണ്. നിങ്ങൾ തേങ്ങ വെട്ടാണോ ജോലി? ഇല്ല, ഞാൻ പറക്കാൻ വന്നതാണ്. തേങ്ങ വെട്ടില്ല, പറക്കാനാണ് വന്നത്. അങ്ങനെ എന്തോ പറക്കാനായിട്ട്? തേങ്ങ പറക്കാൻ? തേങ്ങ പറക്കാൻ വന്നതാണ്. ഇതിനെ പറക്കണം എന്നല്ല പറയുന്നത്, ഇതിനെ മോഷണം എന്നാണ് പറയണത്. പറഞ്ഞ മനസ്സിലായ? നമ്മളെ വീട്ടിലിടയിൽ നമ്മൾ വെട്ടിയിട്ടേക്കുന്ന തേങ്ങ നിങ്ങൾ നുള്ളി പറക്കി എടുക്കണം മോഷണം എന്നാണ് പറയണത്. അല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ അവൻ എങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അല്ല, നവീൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞിട്ട് അവൻ പോയത്? ഈ തേങ്ങ പറഞ്ഞ് ചാക്കിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇതാ വരുന്നെന്ന് പറഞ്ഞു, അപ്പുറത്തോട്ട് പോകുന്നെന്ന് പറഞ്ഞു. അവന് ഇവിടുത്തെ വെട്ടുകളെല്ലാം കൊടുക്കില്ല. എല്ലായിടത്തും അവൻ ഇവിടെ ഇതേണ്ട, ഇത് വേറൊരാളെ കൊണ്ട് വെട്ടിച്ചത് നമ്മള്. പിന്നെ അവൻ ഇവിടെ വന്ന് തേങ്ങ പറക്കേണ്ട കാര്യം എന്തിനാണ്? അവന്റെ തേങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കിടക്കണം അവന്റെ തേങ്ങ. ഞങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന തേങ്ങ അവന്റെ തേങ്ങ എങ്ങനെ ആവും? പറ. എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറക്കാൻ പറഞ്ഞു ചാക്കം തന്ന്. അല്ല, എനിക്ക് അറിഞ്ഞൂടാ, മറ്റു കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇങ്ങനെ പാവത്താരെ പോലെ നിങ്ങൾ ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നില്ല. വേറെ നിങ്ങൾ ശരിയാക്കിയല്ലോ, നാട്ടുകാരെല്ലാരും വിളിച്ചു കൂട്ടിയല്ലോ. നിങ്ങൾ എവിടെ പോകണം? അവിടെ നിൽക്കി, അവിടെ നിൽക്കി. അവിടെ പോകണത് കൊള്ളാമല്ലോ. നിങ്ങൾക്ക് എന്ത് ജോലി? നിങ്ങൾ ഏലേ കൂടെ കയറി വന്നു ഓ, ഞാനില്ല കൊച്ചുങ്ങളെ അങ്ങോട്ടൊന്ന് വിടാൻ വേണ്ടിയിട്ടൊന്നും ഗേറ്റൊന്നും തുറന്നിട്ട് പൂട്ടിയില്ല. മറ്റേ ഞാൻ എന്നും പൂട്ടിയിടുന്നതാ, ഇന്ന് പൂട്ടിയില്ല. നീ എന്ത് ഇത് എത്ര കൊണ്ടുപോയി തേങ്ങ? ഇതിപ്പോ വലിയ ചാക്കോ ചെറിയ ചാക്കോ?
നോക്കട്ടെ, അവിടെ ഇരിക്കും, അവിടെ ഇല്ല. എന്തൊരു കഷ്ടമാണ് വേറെ. ഓടരുത്, ഓടിയാ അത് പൊട്ടി, അത് പൊട്ടി. ഓടിയാ പയ്യന്മാരെ വിളിച്ചിട്ട് നീ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകില്ല, പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അല്ല, ഒരു വീട്ടിൽ വന്ന് തേങ്ങ എടുക്കാൻ പോകുമ്പോ വല്ലവരും പറയുന്ന കേട്ടുകൊണ്ട് ആളില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങള്. നോക്ക്, ഒരു ചാക്ക് തേങ്ങ. എന്റെ പൊന്നപ്പാ, വേറെ തേങ്ങ എടുത്തോണ്ട് പോയാ ഇല്ല, ഈ ഒരു ചാക്ക് തന്നെ, ഈ ഒരു ചാക്ക് തന്നെ, വേറെ ഒരു ചാക്കില്ല. അല്ല ഇങ്ങനെ 10 വീട്ടിൽ കയറാമെങ്കിൽ എന്ത് സുഖമല്ലേ. തേങ്ങ എടുത്തിട്ട് പെറുക്കിയിട്. ഉണ്ടോ ഒരു ചാക്ക് തേങ്ങ, 2 ചാക്ക് തേങ്ങ. ഇയാളെ പേരെന്തോന്നു? എൻ്റെ പേര് റോണി. റോണി. റോണിയാ? നിങ്ങൾ രണ്ടും കൂടെ തന്നെ ഈ തൊഴില്? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്, എനിക്ക് അറിഞ്ഞുകൂടാ. തേങ്ങ വെട്ടാൻ പോണെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് തേങ്ങ വെട്ടാൻ വന്നോ, ഇനി ഇവന്റെ കെയർ ഓഫ് എല്ലാം ഉള്ളതാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരുപാട് നാളത്തെ ശേഷമാണ് കാണുന്നത് അവനെ. ആരെ? ഈ നവീനെ. കണ്ട, നവീനെ ഒരുപാട് നാളിന് ശേഷമാണ് കാണുന്നത്. ആ നവീൻ പറഞ്ഞ് കേട്ടിട്ട് ഇവൻ വേറെ ഒരു വീട്ടിൽ തേങ്ങ മൂട്ടിക്കാൻ കയറി. എങ്ങനെ ഇരിക്കുന്നു? ഇയാൾ അവിടെ ഇരി, അവിടെ ഇരി. ഞാൻ മറ്റേ പയ്യന്മാരെ വിളിക്കട്ടെ. നല്ല നടക്ക് വേണ്ട. അവിടെ ഇടാ, അവിടെ എവിടെ ഇരി. പയ്യന്മാരെ വിളിക്കില്ലേ? ഇല്ലേ, ഒന്ന് പൊട്ടിച്ചെന്നാണല്ലോ. പയ്യന്മാരെ വിളിക്കണ്ടേ? തേങ്ങ വന്ന് പറക്കി, വീട്ടിലെ പറക്കി കിടക്കുന്ന തേങ്ങ. പെണ്ടിലാണെങ്കിൽ പോട്ട് ഈ ബാക്കിൽ കിടക്കുന്ന തേങ്ങ. ഞാനും താലേക്ക് ഈ അഴുക്കള വശത്ത് കിടക്കുന്ന ഈ സാധനം നിങ്ങൾ എടുത്തപ്പം നിങ്ങൾ മോശക്കാരാണോ? ആണോ? ഇല്ല, അവന്റെ പറഞ്ഞാണ് ചേച്ചി ഞാൻ എടുത്തത്. അല്ല, ഞാൻ എടുക്കേണ്ട കാര്യമില്ല, എനിക്ക് സ്ഥലം അറിഞ്ഞുകൂടാ. ഈ കണക്കിന് കൂനി നിന്നാ കിണ്ടി വരെ അടിച്ചോണ്ട് പോകും. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ഇരുന്ന്, അവിടെ ഇരി. പയ്യന്മാരെ വിളിച്ചോട്ടെ. പയ്യന്മാരെ നമ്മൾ കൈകാര്യം ചെയ്തേണ്ട പയ്യന്മാരെ. അത് തന്നെ, നമ്മൾ പിന്നെ എന്തെങ്കിലും ചെയ്യുന്ന വരുത്തണ്ടല്ലോ. കണ്ടിട്ട് പാവത്താനെ പോലെ അഭിനയിച്ച് കാണിക്കേണ്ട കാര്യം നിങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു ലോകം മൊത്തം നടന്ന് തേങ്ങ വെട്ടാന്ന് പറഞ്ഞ് നടന്നിച്ച് മൊത്തം മോട്ടിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ മോട്ടിക്കാൻ ഇറങ്ങിയതല്ലേ രാവിലെ? നിങ്ങൾ ഒന്നിച്ച് പഠിച്ചാണെന്ന് വല്ല, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ സ്വഭാവം അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്തുവാ അവ ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? എനിക്ക് അറിഞ്ഞൂടാ. അവൻ തേങ്ങ വെട്ടാൻ പോണെന്നല്ലേ പറഞ്ഞത്. എന്തോ പറയാനെന്ന് പറ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സൗണ്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ വന്ന് ചാക്കിന്റെ ഒക്കെ അനക്കെ കേൾക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്ന ആരും നമ്മൾ ഒരുപാട് നാൾ എത്രയോ കാലം കൊണ്ട് തേങ്ങ ഇവിടെ വെട്ടിയിടുന്നു, ആരും വന്ന് എടുത്തോണ്ട് പോകുന്നില്ല. അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു കുട്ടുപണി കാണിക്കുന്ന കണ്ട് ഞങ്ങൾ അറിഞ്ഞു, വക്രബുദ്ധി കാണിക്കുന്നത് ഞാൻ അറിഞ്ഞു. അവനെ ചെത്തിമെടുത്ത് കയറ്റാൻ പറ്റത്തില്ല, അവരെ മനസ്സിലായോ? എവിടെ നിന്നല്ല അവനെ പിടിച്ചെന്നറിയാവോ? അപ്പൊ തേങ്ങ വെട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കൊണ്ടുപോകണമെന്ന് മോട്ടിക്കുന്ന പരിപാടി. ആഹാ, അങ്ങനെ കൊള്ളാലോ. അപ്പൊ ഞാൻ വന്നില്ലായിരുന്നു, ഇതിപ്പോ എപ്പോഴേ കൊണ്ടുപോയേനെ. ഞാൻ വിലക്ക് മേടിച്ച് വിലക്കാരോട് എന്താ പറഞ്ഞു? നീ എന്ത് കാണിച്ചത്? നിന്നെ ഇതിനകത്ത് കേരള നിന്നെ ആരാ വിളിച്ചോണ്ട്? ഇവനാണ് എന്നെ വിളിച്ചിരുന്നത്, ഞാനല്ല. ഇവനാണ് എന്നെ വിളിച്ചിട്ട് തേങ്ങ പറഞ്ഞത്. ഇവനാണ് എന്നെ കൊണ്ടുവന്നത്. നിങ്ങൾ ആരാണ് ഇവിടെ വന്നത്? സത്യം പറ. പിന്നെ ഇവൻ പറയണ നീ എങ്ങനെയാണെന്ന്? ഇവനാ വണ്ടി ഓടിക്കണേ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. എന്നെ വണ്ടി ഓടിച്ചോണ്ടെന്നാ? സ്കൂട്ടർ ഓടിച്ചോണ്ടെന്ന്. ഞാൻ ഇവനാണ് എന്നെ തേങ്ങ. നിന്നെ ഈ കോമഡി കേരളെന്ന് പറഞ്ഞാൽ നിന്നെ ഈ ഭാഗത്ത് നിന്നൊക്കെ തുരത്തി ഓടിച്ചല്ലേ? ആണോ? എന്നിട്ട് നിങ്ങൾ രണ്ടെണ്ണം കൂടി ഈ പരിപാടിയാണ് എന്നെ കുറെ കാലം കൊണ്ട് അല്ലേ? അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഇല്ല. ഇവനാണ് തേങ്ങ വെട്ടാൻ പോണത്. രണ്ടുപേരും എവിടെ ഇരിക്കും? രണ്ടെണ്ണം കൂടെ ഒന്ന് നോക്കൂ. അല്ലല്ല, ഇരി അവിടെ. എന്നാ അവിടെ ഇരി. എന്തോ പറയാനാ. റോഡിൽ നിന്നവൻ റോഡിൽ ഞാൻ തൂക്കെടുത്തോണ്ടാണ്. അത് ശരി, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തേച്ച പോയിക്കോ അവനെ. അവൻ കള്ളം തന്നെ, അവൻ കള്ളം തന്നെ. അവന് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞൂടായിരുന്നോ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എങ്ങനത്തെ പരിപാടി എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നിങ്ങൾ കള്ളം പറയണതാ? ഇല്ല, എനിക്ക് ഇവിടെ അറിഞ്ഞൂടാ. ഇങ്ങനത്തെ പരിപാടി ഒന്നും അറിഞ്ഞൂടാ. തേങ്ങ വെട്ടാൻ പോണെന്നറിയാം. ജോലിക്ക് വിളിച്ചപ്പോ പുള്ളിക്കാരൻ പോലെ നീ അവന്റെ പുറകെ നിങ്ങൾ ഓടണ്ട. നിങ്ങൾ ആത്മാർത്ഥ കൂട്ടുകാരാണ്.
ആത്മാർത്ഥ കൂട്ടുകാരനാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. പിന്നെ ചേട്ടാ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നവീന് നിങ്ങളുടെ ആത്മാർത്ഥ ഫ്രണ്ടൊക്കെ തന്നെയാണ്. ഇവിടെ തേങ്ങാ മോഷണത്തിന് വന്നതല്ല. ഇത് ചേട്ടാ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. അല്ലാതെ നവീന് ചേട്ടാ ഹലോ ഹലോ നവീനെ നവീനെ ഒരുപാട് കൂട്ടുകാരൻ കൊണ്ട് പറ്റിച്ചില്ല. എന്നാ കൊന്നാടാ എന്റെ ബിപിയും കൂട്ടി ചായ വാങ്ങിച്ചു ബിപി കൂടിയ ചായയൊക്കെ വാങ്ങിച്ചു ഒരു കാലം കഴിഞ്ഞാലും ഇത് ഈ വീഡിയോ എന്നും ഉണ്ടോ പിള്ളേർക്കെങ്കിലും അത് കണ്ടിച്ചിരിക്കാം. നമ്മളെ പിള്ളേർക്കെങ്കിലേ കുറച്ച് രാവിലെ അപ്പോൾ ഞങ്ങളിന്ന് ഈ പ്രോഗ്രാമായിട്ട് നിൽക്കുന്നത് ദീപ്തി ടീച്ചറെ വീട്ടിലാണ്. ദീപ്തി ടീച്ചറെ മകനാണ് അല്ലേ? മകൻ്റെ പേരെന്താ? പ്രണവ്. ഇവിടെ ഹോം ട്യൂഷൻ ഉണ്ട് അല്ലേ? ഹോം ട്യൂഷൻ ഉണ്ട്. അപ്പോൾ വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നാണ്. പുള്ളിക്കാരൻ എന്റെ പേര് റോണിയാണ്. റോണിയുടെ കൂട്ടുകാരനാണ്. ഫ്രണ്ടാണ് നവീൻ. നവീൻ എത്ര കാലം കൊണ്ട് പരിചയം? 4ാം ക്ലാസ്സുള്ള പരിചയം. പിന്നെ അതിനുശേഷം കുറെ കാലം കാണാനില്ല. ഇല്ലായിരുന്നു. ഇപ്പൊ കണ്ടപ്പോൾ നേരിട്ടൊരു പണിയും തന്നു എന്നല്ലേ? അപ്പോൾ നവീന് ഇതൊക്കെ നവീന്റെ സ്റ്റാഫുകളാണ്. കഴിഞ്ഞ നവീൻ ഒരു സംരംഭമുണ്ട്, കേര അല്ലേ? നാളികേരം എന്ന് പറഞ്ഞൊരു സംരംഭമുണ്ട്. അപ്പൊ എവിടെ നവീനെ വിളിച്ചാലും ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ചെന്ന് തേങ്ങ വെട്ടി കൊടുക്കും അല്ലേ? അല്ലേ? ആരൊക്കെയാണെന്ന് പരിചയപ്പെടും. വൈഫ്, മോള്, മോൻ. അങ്ങനെ ഇനിയും വേറെ ആൾക്കാരുണ്ട്. അവർക്ക് ജോലി സ്ഥലത്താണ്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഓൾ കേരള മൊത്തം ഇപ്പൊ നാളെ എവിടെ പോകണമെന്ന് പറഞ്ഞു? രാമേശ്വരത്തൊക്കെ ചെന്ന്. അപ്പൊ ഇവര് ഇവിടെ മാത്രമല്ല അതർ സ്റ്റേറ്റുകളിലും ചെന്ന് വെട്ടിക്കൊടുക്കും. അപ്പൊ ഏറ്റവും ഒരു കക്ഷിയാണ് ഈ നിൽക്കുന്നത്. കണ്ട അത്ര ലുക്ക് ഇല്ലെങ്കിലും. അപ്പോൾ നമ്മുടെ ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ഓക്കെ, ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. കോശി യുറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. സുൽത്താൻ ലക്കീസിന്റെ പറഞ്ഞുകൊണ്ട് നൽകുന്ന സമ്മാനം. ഇപ്പൊ ഇനി സ്ഥിരമായിട്ട് പണിക്ക് പിടിച്ചോണ്ട് പോകുന്നു. പുള്ളിക്കാരനെ ഇനി സ്ഥിരമായിട്ട് പണിക്ക് എടുക്കണം. എല്ലാ എന്താ പണി നിങ്ങൾക്ക്? ഞാൻ എല്ലാ പണിക്കും പോകും. എല്ലാ പണിക്കും. അപ്പൊ ഇനി തേങ്ങോട്ടിന്റെ കൂടെ പോകാനോ? ഫസ്റ്റ് നട അടിയാണ് ഇവിടെ അല്ലേ? ആയിക്കോട്ടെ. പിന്നെ ഈ വീഡിയോ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇല്ലല്ലോ. ഒരു ഫണ്ണി പ്രോഗ്രാം ആയിട്ട് എന്നെ എടുത്തിട്ടുണ്ട്. അതെ, ഫണ്ണി ആയിട്ടാണ്. ശരി ശരി.